Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ CUCAT 2023-2024 അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CUCAT 23യുടെ ഡീറ്റെയിൽസ് ആണ് കാണാൻ പോകുന്നത്. എന്നാണ് എക്സാം ഡേറ്റ്സ്, എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെയാണ് കോഴ്സസ് എന്നിങ്ങനെ അതിനെ പറ്റിയുള്ള കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ആൻഡ് ഓൾസോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ഈ ഇൻഫർമേഷനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് DOA, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന്റെ വെബ്സൈറ്റിലാണ്. ഇപ്പോൾ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് admission.uoc.ac.in. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു അഡ്മിഷൻ പ്രോസസ്സും ഈ ഒരു വെബ്സൈറ്റിലാണ് നടക്കുക. അപ്പോൾ നോട്ട് ചെയ്യുക, admission.uoc.ac.in ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കയറേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കാണാം ഇവിടെ അഡ്മിഷന്റെ അടിയിൽ CUCAT 23-24 അപ്ലൈ നൗ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. MBA ആപ്ലിക്കേഷൻസും ആക്റ്റീവ് ആണ്. അപ്പോൾ CUCAT 2023 നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേജിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഓറിയന്റഡ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ നൗ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലേക്ക് പോകും. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണ്. അതുപോലെ കൺസെഷൻ ഫീ ഡീറ്റെയിൽസും എല്ലാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ, ഈ ഒരു പർട്ടിക്കുലർ CUCATയുടെ പേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രസ് റിലീസ് കാണാം. സോ ദിസ് ഇസ് ഇറ്റ്. 23-24 ഡിപ്പാർട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള PG കോഴ്സസ്, ഇന്റഗ്രേറ്റഡ് PG കോഴ്സസ്, MCA, MSW, BPed, പിന്നെ അഫിലിയേറ്റഡ് കോളേജസിലേക്കുള്ള MPed, BPed, അതുപോലെ MSW, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി, MSc ഫോറൻസിക് സയൻസ്, ഇങ്ങനത്തെ ഈ പ്രോഗ്രാംസിനൊക്കെയാണ് CUCAT എക്സാം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ പ്രോഗ്രാം എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എൻട്രൻസ് ഓറിയന്റഡ് ആണോ മെറിറ്റ് ഓറിയന്റഡ് ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറെ ഒരു കോളേജിൽ, പർട്ടിക്കുലർ കോളേജിൽ ഒരു PG കോഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, MSc ഫിസിക്സിനാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ MSc ഫിസിക്സിന് ജോയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളേജിൽ MSc ഫിസിക്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ CUCAT എക്സാം എഴുതിയിട്ട് അത് ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതല്ല ആ പർട്ടിക്കുലർ കോളേജിലേക്കാണെങ്കിൽ നിങ്ങൾ മെറിറ്റ് ഓറിയന്റഡ് ആണ്, അതിന്റെ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക, CUCAT എന്ന് പറഞ്ഞാൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്, എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഈ എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന കോഴ്സുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എല്ലാ PG കോഴ്സുകളും, അതേപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജസിലേക്കുള്ള കുറച്ച് കോഴ്സുകൾ, BPed, MPed, MSW, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി, MSc ഫോറൻസിക് സയൻസ്, ഇങ്ങനെ കുറച്ച് കോഴ്സുകളും. പിന്നെ ഇന്റഗ്രേറ്റഡ് PG യൂണിവേഴ്സിറ്റി സെന്ററിലേക്കുള്ള അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേറ്റഡ് PG എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞവരാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് PGയിലേക്ക് അപ്ലൈ ചെയ്യുക. അത് ഡിഗ്രി PG വരുന്ന ഒരു 5 ഇയർ കോഴ്സാണ്. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്, യൂണിവേഴ്സിറ്റിയിലാണ് അത് സെന്റർ. അതും ഈ CUCAT വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് March 21 ലാസ്റ്റ് ഡേറ്റ് April 17. അപ്പോൾ April 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. അപ്പോൾ ഇത്രയും എൻട്രൻസ് എക്സാമിനേഷന്റെ സെന്റേഴ്സ് വരുന്നുണ്ട്. ട്രിവാൻഡ്രം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് എന്താ, അപ്ലിക്കേഷൻ ഫീ. നിങ്ങൾക്ക് മാക്സിമം 4 പ്രോഗ്രാം വരെ അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഒരു CUCAT വഴി. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 550 റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ ഫീ. SC/ST കാൻഡിഡേറ്റ്സിന് 240 റുപ്പീസ് ആണ്. അതേപോലെ LLM പ്രോഗ്രാം ഇതിൽ വരുന്നുണ്ട്. LLM പ്രോഗ്രാമിന് 750 റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ ഫീ. SC/ST മറ്റു വിഭാഗങ്ങൾക്ക് വരുന്നത് 350 റുപ്പീസ് ആണ്. അപ്പം ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി ഓരോ പ്രോഗ്രാം നിങ്ങൾ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പ്രോഗ്രാംസ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓരോ പ്രോഗ്രാം എക്സ്ട്രാ എടുക്കുന്നതിനും ഒരു +80 റുപ്പീസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും.
ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളിൽ നിങ്ങൾ ഏതൊരു രീതിയിൽ എൻട്രി ആണെങ്കിലും അതായത് ഇവൺ ഇറ്റ് ഈസ് മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ CUCAT എക്സാം എഴുതേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും മാനേജ്മെന്റ് സീറ്റുകൾ വരെ ഫില്ല് ചെയ്യുക. ഈ പറഞ്ഞ കോഴ്സുകൾക്ക് മാത്രം ഓക്കെ മുകളിൽ പറഞ്ഞ കോഴ്സുകൾക്ക് എൻട്രി ചെയ്യാനായിട്ട് CUCAT എക്സാം മസ്റ്റ് ആണ്. ഓക്കെ ഇനി പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ വരുന്നത് ഒരു CAP ID ഉണ്ടാവും. നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു CAP ID ലഭിക്കുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് ബാക്കി കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത് ഈ CAP ID വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു OTP നിങ്ങളുടെ ഫോണിലും മെയിലിലും ഒക്കെ ആയിട്ട് OTP വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല അറിയുന്ന നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ നമ്പർ മാത്രം കൊടുക്കാനായിട്ട് നോക്കുക, മൊബൈൽ നമ്പർ. അപ്പോൾ അതിലേക്ക് OTP വരും. ആ OTP വഴി ബാക്കി നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് മെയ് 18 ആൻഡ് 19 ആണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഇനി മറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. admission.uoc.ac.in എന്ന വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇനി ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.